ഇത്ര ഇമ്പോർട്ടൻസ്. പിന്നെ വക്കഫ് പ്രോപ്പർട്ടി അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ. താങ്കള് ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് തന്നെ സമർപ്പിച്ചായിരുന്നല്ലോ, അതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റിയില്ലല്ലോ ന്യൂനപക്ഷത്തിന്റെ ഇതില്. അതെന്താ? ക്രിസ്ത്യൻസ് അല്ലേ ഇവിടുത്തെ ന്യൂനപക്ഷം വരുന്നത്. അതുകൊണ്ട് ഇനി മുസ്ലിംസിന് ഇതൊന്നും പറഞ്ഞ് സംസാരിക്കാനൊന്നും ക്രിസ്ത്യൻസിന് താല്പര്യമൊന്നും ഇല്ല അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ. കുഫാറുകൾക്ക് അതല്ല പണി. കുഫാറുകൾക്ക് എങ്ങനെ ജീവിക്കാമെന്നുള്ളത് കുഫാറുകളുടെ ചിന്ത. അല്ല മുസ്ലിംസിന് വേണ്ടി ഇവിടെ കുഫാറുകൾ എല്ലാം കൂടി അഡ്ജസ്റ്റ് ചെയ്യണം. പക്ഷെ മുസ്ലിംസ് കുഫാറുകളുടെ മേത്ത് കഷ്ടപ്പെടുത്തുന്നു എന്ന് അവർക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ അത് ശരിയാവുന്ന? അത് നമുക്ക് ഓക്കെ അല്ല. ടീച്ചർ വന്നിട്ടുണ്ട്. ടീച്ചറെ ഫ്രീ ആണോ? ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. കുറെ ആയി അക്സെപ്റ്റ് ചെയ്യാൻ നോക്കുന്നു, പറ്റുന്നില്ല. പിന്നെ കുറച്ചു നേരത്തേക്ക് നിങ്ങൾ പറയണതൊന്നും എനിക്ക് കേൾക്കുന്നില്ലായിരുന്നു. ഇവിടെ സ്ഥിരം പ്രശ്നം. ടീച്ചറെ, ഞങ്ങളിവിടെ ഒരു ടോപ്പിക് ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് വന്ദേമാതരം പറ്റില്ല എന്ന് പറയുന്നതിന് ലോജിക്കായിരുന്നു അത് അവസാനം എത്തിയത്. നമ്മുടെ രാഷ്ട്രത്തെ ദൈവസങ്കല്പങ്ങളായി ഉപമിക്കുകയാണ്. അല്ലാതെ ദൈവത്തിനെ പുകഴ്ത്തുകയല്ല ഒന്നുമല്ല. രാഷ്ട്രം ദൈവമാണെന്ന് പറയാൻ പാടില്ല. അതായത് ഇവരുടെ സങ്കല്പത്തിൽ രാഷ്ട്രം എന്ന് പറഞ്ഞൊന്നും ഒരു സാധനം ഇല്ലല്ലോ. അത് പിന്നെ ഒരു വേറെ ആരുടെയെങ്കിലും ദൈവസങ്കല്പമായിട്ട് ഉപമിക്കുന്നതിന് ഇവർക്ക് എന്താണ് പ്രശ്നം തോന്നുന്നത്? അതെന്താണ് അതിന്റെ ഇത്? അത് അതേ സമയത്ത് പറയുന്നത് നിങ്ങൾ ഇത് ഞങ്ങളുടെ സമാധാനത്തിന് വേണ്ടി പാടാനും വെക്കാനും പാടില്ല. ഈ ഞങ്ങളുടെ സമാധാനം മാത്രം അത്യാവശ്യമാകുന്നത് എന്തുകൊണ്ടാണ്? ടീച്ചറിന് പറയാൻ പറ്റും. ഇപ്പോ നമ്മുടെ കേരളത്തിന്റെ ഇന്നത്തെ രാഷ്ട്രീയ മത സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു മനുഷ്യബുദ്ധിക്ക് യോജിക്കാൻ പറ്റിയ രൂപത്തിലല്ല. ഇതൊക്കെ നമ്മളെങ്ങാനും നമ്മുടെ മതേതര സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഒക്കെ മനസ്സിലാക്കി എങ്ങാനും വിമർശിച്ചു പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമ്മളെ അകത്താക്കുമോ എന്നൊക്കെ പേടിക്കേണ്ടി വരും. കാരണം മുസ്ലിം ലീഗ് ഭരിക്കുന്ന കേരളത്തിലാണിന്ന് നമ്മളുള്ളത്. ലീഗ് ഭരിക്കും കേരള മണ്ണിൽ, ലീഗ് ഉണ്ടാക്കും നിയമങ്ങൾ. ഉടനെ തന്നെ കണ്ടില്ലേ നമ്മുടെ നാട്ടിലെ എന്തൊക്കെ രീതികളാണെന്ന്. 34 കോടി രൂപ കൊടുത്ത് ഒരു കൊലയാളിയെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ട് ഈ മാധ്യമങ്ങളൊക്കെ ആഘോഷിക്കുന്നത് കാണുമ്പോൾ ഇയാള് കൊലയാളിയാണോ എന്നല്ലേ നമുക്ക് തോന്നുക. എയർപോർട്ടിൽ നിന്നിറങ്ങി കൈ വീശി ആളുകളെ ആലിംഗനം ചെയ്ത് അവരെ അഭിവാദനം ചെയ്ത് എന്തൊക്കെയാണ് ഈ കാണുന്നത് ഈ കൊച്ചു കേരളത്തില്. അപ്പൊ പിന്നെ വന്ദേ മാതരത്തെ മാത്രം പിടിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇനിയും കലാലയങ്ങളില് ഹിജാബ് തിരിച്ചു വരും. നമസ്കരിക്കാൻ വേണ്ടി മാത്രം ഒരു സ്ഥലവും വേണമെങ്കിൽ ഹൈസ്കൂൾ ആയതുകൊണ്ട് മുലയൂട്ടാൻ ഒരു മുറിയും വേണമെന്ന് പറഞ്ഞ് ഇവർ സമരം ചെയ്യും. LKG കുട്ടികൾ പൊതുനിരത്തിലിറങ്ങി പ്രവാചകൻ ആയിഷയെ വിവാഹം കഴിച്ചത് 6ാമത്തെ വയസ്സിലാണ്, അതുകൊണ്ട് ഞങ്ങൾക്കും ഭാര്യയാകാനുള്ള അവകാശം വേണമെന്ന് പറഞ്ഞ് നാളെ അവര് സമരത്തിന് ഇറങ്ങത്തില്ല എന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോ ഒരു ജനാധിപത്യ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ഇതുപോലെ ഒരു ഗ്രൂപ്പ് ഇട്ടിട്ട് നമ്മളുടെ അഭിപ്രായം തുറന്നു പറയുന്നത്. പക്ഷെ അതിനൊക്കെ ഇനിയും കൂച്ചുവിലങ്ങിടപ്പെടും. അതായത് ഒരു വ്യക്തിക്കോ അതല്ലെങ്കിൽ ഒരു മതവിഭാഗത്തിനോ അവരുടെ വിശ്വാസങ്ങളോ ആശയങ്ങൾക്കോ അനുസൃതമായിട്ട് യോജിക്കുകയോ വിയോജിക്കുകയോ ഒക്കെ ചെയ്ത് മുമ്പോട്ട് പോകാം, ഒരു പ്രോബ്ലവും ഇല്ല. പക്ഷേ നമ്മുടെ വിശ്വാസം, നമ്മുടെ ആചാരങ്ങൾ, നമ്മുടെ അന്ധവിശ്വാസങ്ങൾ ഇതൊക്കെ മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കുമ്പോഴാണ് നമ്മൾ അതിനെ ചോദ്യം ചെയ്യുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയത്തിന് അതീതമായി, മതത്തിനതീതമായി രാഷ്ട്രത്തിന് പ്രാധാന്യം നൽകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കാരണം പെറ്റമ്മ അതുപോലെ തന്നെയാണ് പിറന്ന നാടും. പക്ഷെ ഇവർക്കിത് രണ്ടുമില്ലല്ലോ. പെറ്റമ്മയെ വരെ ഭോഗിക്കാം. നിർബന്ധിതമായ സാഹചര്യങ്ങളിൽ എല്ലാ ഹറാമുകളും ഹലാലാകുമെന്നാണ് ഇവർ പഠിക്കുന്നത്. അപ്പൊ പിന്നെ ഇവരോട് മാതൃരാജ്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? മാതൃഭാഷ പോലും പാടില്ല എന്ന് പറഞ്ഞു പണ്ട്. അതുകൊണ്ടാണ് നല്ല മലയാളം സംസാരിക്കുന്നവരിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ റബ്ബേ എന്ന് പറഞ്ഞ് ജുമുഅ കുത്തുബകളിൽ അടക്കം പ്രാർത്ഥനകൾ നിലനിന്നിരുന്ന കേരള മണ്ണാണിത്. അങ്ങനെയാണ് ഇജ്ജും ബജ്ജും കുത്തിയിരിക്കലും ഒക്കെ വന്നത്. അങ്ങനെയാ. അപ്പൊ വന്ദേ മാതരം പാടുന്നതിനോട് ഇസ്ലാം മത വിശ്വാസികൾ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതും ഇപ്പോൾ ഒരുപാട് സാമൂഹ്യ നേതാക്കളും ജനനായകന്മാരും രാഷ്ട്രീയ മത നേതാക്കന്മാരും ഒക്കെ
മതം വിടുന്നതും നമ്മൾ കാണുന്നില്ലേ? ഇത് രണ്ടും കാപട്യത്തിന്റെ രണ്ട് രൂപങ്ങളാണ്. ഒന്ന്, വന്ദേമാതരം പാടരുത്. കഴിഞ്ഞ പെരുന്നാൾ ദിവസത്തില് ഈദിനോടനുബന്ധിച്ചിട്ട് ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ ഇമാമായിട്ടുള്ള ഹുസൈൻ സലഫി കേരളത്തിലെ മതപണ്ഡിതന്മാരോട്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ മുസ്ലിം MLA-മാരോട് പറഞ്ഞത്, നിങ്ങൾക്ക് ഭരണഘടനയേക്കാൾ പ്രതിബദ്ധതയുള്ളത് മതത്തിനോടാണ് എന്നാണ്. അപ്പൊ അത് മതത്തിന്റെ ഒരു കണ്ണിലൂടെ നമുക്ക് നോക്കാം. ഫാത്തിമ തഹ്ലിയ നിലവിളക്ക് കൊളുത്തിയത് കണ്ടോ? നമ്മുടെ മുസ്ലിം MLA-മാരൊക്കെ സത്യപ്രതിജ്ഞ ചൊല്ലിയത് ദൈവത്തിന്റെ പേരിലായിരുന്നു. അത് നമ്മൾ ഇവിടെ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതാ. അപ്പോ ഇവരുടെ മതേതരത്വം 2-3 രൂപത്തിലായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോ അവര് പറയുന്നത് വന്ദേമാതരം എന്ന് പറഞ്ഞാൽ അവരുടെ മതവിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് എതിരായിട്ടുള്ള ഈരടികൾ അതിനകത്തുണ്ട് എന്നാണ് പറയുന്നത്. ആ മതമാണ് നമ്മുടെ മുൻ മന്ത്രി മുഹമ്മദ് റിയാസിലും പ്രതിധ്വനിയായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. അതായത് വന്ദേമാതരം പാടിയത് ശരിയായില്ല, സൂറത്തുൽ ഫാത്തിഹ ഓതിയെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പോ ഇസ്ലാം മത വിശ്വാസ പ്രകാരം അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. ഇപ്പൊ നമ്മൾ പറയും പിന്നെ മമ്മൂട്ടിയോട് ആരാധന, മോഹൻലാലിനോട് ആരാധന, ഇതൊന്നും പാടില്ല ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം. ഏതെങ്കിലും ഒരു വസ്തുവിനെയോ ആശയത്തെയോ അതല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ ദൈവതുല്യമായി കണക്കാക്കുക എന്നതിനെ സംബന്ധിച്ചു മാത്രമേ ഇവർക്ക് ആരാധന എന്നത് അറിയൂ. ബാക്കിയെല്ലാം വിശ്വാസ വിരുദ്ധമാണ് എന്നാണ് ഇവര് വിചാരിക്കുന്നത്. വന്ദേമാതരത്തിന്റെ വരികള് ഞങ്ങളുടെ ഏകദൈവ വിശ്വാസത്തിന് വിരുദ്ധമായതുകൊണ്ട് നിങ്ങളും അത് പാടരുത്, അതല്ലെങ്കിൽ ഞങ്ങളുള്ള സദസ്സുകളിൽ നിങ്ങൾ അത് പാടരുത് എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ നിലപാടുകൾ വ്യക്തമാക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ പാടണ്ട, ഞങ്ങൾ ഇത് പാടും. ജയ് ഹിന്ദ് പാടില്ല, വന്ദേമാതരം പാടില്ല, ദേശീയ ഗാനം പാടില്ല, സാരേ ജഹാംസെ അച്ഛ പാടില്ല, ജനഗണമന പാടില്ല. ഇവര് വിചാരിക്കുന്നതെല്ലാം ഇവിടെ അങ്ങ് നടപ്പിലാക്കാൻ കഴിയുമെന്ന. ഇന്ന് ഇന്ത്യക്കകത്തെ ഏതാണ്ട് 10-16ഓളം സംസ്ഥാനങ്ങളിൽ ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ടാണ് പള്ളികളിൽ നിന്ന് ഈ മൈക്ക്, ഈ സ്പീക്കർ സംവിധാനം ഒഴിവാക്കണമെന്നും പൊതുനിരത്തുകളിൽ നമസ്കരിക്കാൻ അനുവദിക്കില്ലെന്നും പറഞ്ഞത്. പുഷ്കർ സിംഗ് ധാമി ഉത്തരാഖണ്ഡില് ആ നിയമം പാസാക്കി കഴിഞ്ഞു. അസമില് ഹിമന്ത ബിശ്വ ശർമ്മ പാസാക്കി കഴിഞ്ഞു. UP-യില് യോഗി ആദിത്യനാഥ് പാസാക്കി കഴിഞ്ഞു. പക്ഷേ കേരളത്തിൽ മാത്രം മുട്ടിടിക്കും. ഇതാണ് നമ്മുടെ കേരളത്തിന്റെ ഒരു അവസ്ഥ. ഒരു സ്ത്രീ ഭർത്താവ് മരിച്ചു, ഭർത്താവിന്റെ അവകാശത്തിന് വേണ്ടി പാലക്കാട് ടൗണില് മണിക്കൂറുകളോളം ഗതാഗതവും യാത്രാ സൗകര്യങ്ങളും ഒക്കെ തടസ്സപ്പെടുത്തിയിട്ടാണ് പബ്ലിക്കായിട്ട് മുസല്ലയിട്ട് നിന്ന് നിസ്കരിച്ചത്. എന്താ കാരണം? കേരളത്തിൽ ഇതൊക്കെ പറ്റും. അപ്പോ ഭരണഘടന നൽകുന്ന മതസ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുമൊക്കെ മതം കൂച്ചുവിലങ്ങിട്ട് നിൽക്കുന്ന രീതിയാണ് ഈ കേരളത്തിൽ നമ്മൾ കാണുന്നത്. ഒരു ദേശീയ ഗാനമെന്നല്ല, ഇത് ദേശീയ ഗീതമാണെന്ന് പറഞ്ഞാലും ഇവർക്ക് എന്താ, ചാത്തപ്പൻ എന്ത് മനുഷ്യറാന്ന് പറയുന്നത് പോലെ ഇവർക്ക് എന്താണ് ഇതിലൊക്കെ കാര്യമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. മതപരമായിട്ടുള്ള വിയോജിപ്പുകളെ ബഹുമാനത്തോടുകൂടി തന്നെ നമ്മൾ കാണുന്നു. പക്ഷേ അവരുടെ മതവിശ്വാസം ഒരു ജനാധിപത്യ മതേതര രാജ്യത്ത്, ഇതര മതവിഭാഗങ്ങൾ ഒരുമിച്ച് സഹിഷ്ണുതയോടുകൂടി ജീവിക്കുന്ന ഒരു രാജ്യത്ത് ഇവരുടെ ഇത്തരം നിർബന്ധ ബുദ്ധികളൊന്നും നമ്മുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. പൊതുസ്ഥലങ്ങളിലും തെരുവുകളും ഒക്കെ കൈയടക്കി ഇവർ നമസ്കരിക്കുന്നു. അതുപോലെ ആരാന്റെ പറമ്പുകളൊക്കെ പിടിച്ചെടുത്ത്, ഇവിടെ എന്റെ സിസ്റ്റർ പറഞ്ഞതുപോലെ വഖഫാക്കി ആരാന്റെ സമ്പത്തൊക്കെ ചൂണ്ടിയെടുത്ത് പള്ളികൾ ഉണ്ടാക്കി, ദർസുകൾ ഉണ്ടാക്കി, മദ്രസകൾ ഉണ്ടാക്കി, മതപരിവർത്തന ആലയങ്ങൾ ഉണ്ടാക്കി, തെരുവുകൾ കൈയടക്കി വെച്ച് നമസ്കരിക്കുന്നു. ഒരിക്കലെങ്കിലും സുജൂദ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് ഞങ്ങളുടെ മണ്ണാണ് എന്ന് പറയാൻ ഈസിയാക്കുന്ന രീതി. ഇപ്പോ ഈദ്ഗാഹിന് ഒരുപാട് ഹൈസ്കൂളുകൾ, കോളേജുകൾ, മൈതാനങ്ങളൊക്കെ ഈദ്ഗാഹിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു കൊടുക്കുന്ന ഒരു രീതി നമ്മുടെ സമീപ കാലഘട്ടങ്ങളിൽ കേരളത്തിൽ കാണപ്പെടുന്നതാ. അപ്പൊ ഇതൊക്കെ പിന്നീട് വഖഫിന്റേതാണ് എന്ന് പറഞ്ഞെടുക്കാൻ വളരെ ഈസിയാണ്. കാരണം ഇവർക്ക് തെളിവൊന്നും വേണ്ടല്ലോ. ഇനിയിപ്പോ VD സതീശനും കൂടി ഭരിക്കുന്ന കേരളമായതുകൊണ്ട് ലീഗിന്റെ അപ്രിയങ്ങൾക്ക് പാത്രമാകുന്നതൊന്നും അവിടെ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാനില്ല. അപ്പൊ നിശ്ചിത സമയങ്ങളിൽ നമസ്കാരം നിർവഹിക്കണം എന്നത് ഇസ്ലാമിന്റെ ഒരു പ്രധാനപ്പെട്ട അനുഷ്ഠാനമാണ്. അതിനു വേണ്ടിയിട്ടാണ് 300 പള്ളികൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. 1 കിലോമീറ്ററിനകത്ത് 40 പള്ളി വരെ ഉണ്ട് പൊന്നാനിയില്. 40 അരപ്പള്ളി എന്നാ പറയുന്നത്. 40 ജുമാ പള്ളിയും ജുമാ ഇല്ലാത്ത ഒരു തക്കാവും, അങ്ങനെ 40 അരപ്പള്ളി 1 കിലോമീറ്ററിനകത്താണ്. അപ്പൊ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലാണ് ഇവർ നമസ്കരിക്കേണ്ടത്. ഇവർക്ക് സൗകര്യപ്രദമായിട്ടുള്ള രൂപത്തിൽ ആ സമയത്ത് ഇവർ നിസ്കരിച്ചാൽ മതി. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഒരു തട്ടമിട്ട ഒരു പെണ്ണ് കോട്ടയ്ക്കലിൽ നിന്ന് കയറിയതാ. കോട്ടയ്ക്കലും കോഴിക്കോടും തമ്മിൽ എത്ര ദൂരമുണ്ടെന്ന് നോക്കിയാൽ മതി. അതിനകത്ത് കയറിയപ്പോഴേക്ക് കൊച്ചിന് ദൂറാൻ മുട്ടി, കൊച്ചു ബസിന്റെ ചില്ലടിച്ച് പൊട്ടിപ്പോയി. എന്തുപോയി ഇതൊക്കെ?
നമ്മൾ ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? കേട്ടുകേൾവിയെങ്കിലും ഉണ്ടോ? എന്നിട്ട് അവളെ നമ്മൾ എടുത്ത് വിമർശിച്ചപ്പോഴേക്ക് നമുക്കെതിരെ കേസും കൂട്ടവും ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് അടുത്ത ഭീഷണി വരിക. അപ്പൊ പൊതുസ്ഥലങ്ങളില് പബ്ലിക്കിന് യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങളാണ്, അവരുടെ സൗകര്യങ്ങളാണ് ഇവിടെ നടക്കേണ്ടത്. അവിടെ ഇത്തരം മതപരമായിട്ടുള്ള രീതികൾ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അതിനെ സഞ്ചാര സ്വാതന്ത്ര്യമായിരുന്നാലും മറ്റുള്ളവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമോ അതല്ലെങ്കിൽ മറ്റുള്ളവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിലൊക്കെ ഈ രൂപത്തിലുള്ള കൈകടത്തലുകൾ ഉണ്ടാകുമ്പോൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ നിന്നുകൊണ്ട് ഓരോ വ്യക്തിക്കും അവനവന്റെ മതം അനുഷ്ഠിക്കാനും മതരാഹിത്യം ഫോളോ ചെയ്യാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട് എന്ന ബോധ്യമുള്ളത് കൊണ്ട് നമ്മൾ ഇതിനെ ശക്തിയുക്തം എതിർക്കുക തന്നെ ചെയ്യും. പൊതുസമയം, പൊതുസ്ഥലങ്ങള് ഇതൊക്കെ ഇവർ ഉപയോഗിക്കാം. എന്തിന്? അപരന് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ പൊതുസ്ഥലങ്ങൾ അവർക്കും ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. മറിച്ച് മതത്തിന് വേണ്ടി ആയിരിക്കരുത്, മത അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടി ആയിരിക്കരുത്. ഒരുത്ത നിസ്കരിക്കും, കുറച്ച് കഴിയുമ്പോൾ 2 പേര് വരും, അത് കഴിഞ്ഞിട്ട് 4 പേര് വരും, അത് കഴിഞ്ഞിട്ട് 40 പേരായിട്ട് മാറും. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ കണ്ടിട്ടില്ലേ? ട്രെയിൻ എടുത്ത് പോകുമ്പോഴേക്ക് ഇമാമാണ് ആദ്യം ഓടുന്നത്, ചെരുപ്പും കയ്യിൽ പിടിച്ചിട്ട്. അപ്പോ ഈ വിവിധ മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും അവകാശങ്ങളും സംബന്ധിച്ച് ഒരു രാജ്യത്ത് നടക്കുന്ന ചർച്ചകൾ ജനാധിപത്യത്തിന്റെ ഭാഗമാണ് എന്ന് ഉൾക്കൊള്ളാൻ കഴിയണം. നിങ്ങൾക്ക് മതം ഫോളോ ചെയ്യാനും റഹീം എന്ന കൊലയാളിയെ നിരപരാധിയാക്കി ഹീറോ പരിവേഷം നൽകി നിങ്ങൾക്ക് കൊണ്ടു നടക്കാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെ തന്നെ നമുക്കതിനെ എതിർക്കാനും സ്വാതന്ത്ര്യമുണ്ട്. വന്ദേ മാതരം നിങ്ങൾ പാടണ്ടെങ്കിൽ പാടണ്ട, ഞങ്ങൾക്കത് പാടാൻ സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങൾ പാടിയിട്ടില്ലെങ്കിൽ, നിങ്ങൾ അതിനെ എതിർത്താൽ അതിനെ വിമർശിക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. അപ്പൊ നിയമപരമായിട്ടുള്ള അവകാശങ്ങളും ഒരു രാജ്യത്ത് ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സും എന്താണ് എന്ന് ഇവരറിയണം. ഭരണഘടനാപരമായിട്ട് ഒരു വ്യക്തിക്കുള്ള സ്വാതന്ത്ര്യം എന്താണ് എന്ന് ഇവരറിയണം. അങ്ങനെ മാത്രമേ ഇവരെ സാമൂഹികമായ സഹവർത്തിത്വം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. ഇന്ത്യൻ ഭരണഘടനയുടെ 25 മുതൽ 28 വരെയുള്ള അനുച്ഛേദങ്ങൾ എല്ലാ പൗരന്മാർക്കും അവരുടെ മതം വിശ്വസിക്കാനും ആചരിക്കാനും അവകാശം ഉറപ്പു നൽകുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മതം അനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കാം എന്ന് കരുതി വന്ദേ മാതരം പാടരുത്, പിന്നെ ജയ് ഹിന്ദ് എന്ന് പറയരുത്, ഞങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമസ്കരിക്കാൻ സ്ഥലം വേണം, ഞങ്ങൾക്ക് നീറ്റ് പരീക്ഷയാണെങ്കിലും ശരി ഞങ്ങൾക്ക് അപ്പിക്കുപ്പായം ഇട്ടുകൊണ്ടേ വരാൻ പറ്റുള്ളൂ, അതൊക്കെ ഇവിടെ പറ്റത്തില്ല. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അതായത് ഓരോ മതവിഭാഗത്തിനും അവരുടേതായിട്ടുള്ള ആചാരങ്ങളും വേഷവിധാനങ്ങളും ആരാധനാ രീതികളും ഒക്കെ പാലിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ പൊതു ഇടങ്ങളിൽ അതല്ല. ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും പാരന്റ്സിനും ഒക്കെ ഓരോ നിയമങ്ങളുണ്ട്, ഓരോ യൂണിഫോമിറ്റി ഉണ്ട്, അത് അംഗീകരിക്കണം. ഇപ്പൊ വഖഫിനെ കുറിച്ച് സിസ്റ്റർ പറഞ്ഞതുകൊണ്ട് അതും കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. വഖഫ് ഇസ്ലാമിക വിശ്വാസ പ്രകാരം സാമൂഹിക സേവനത്തിനോ മതപരമായ ആവശ്യങ്ങൾക്കോ വേണ്ടി മാറ്റിവെക്കുന്ന സ്വത്താണ്. അത് ആ വ്യക്തി സ്വന്തമായി കൊടുക്കുന്നത്, അയാളുടെ ഇഷ്ടപ്രകാരം കൊടുക്കുന്നതാ, അല്ലാതെ ആരാന്റേത് ചൂണ്ടിയെടുക്കുന്ന രീതിയല്ല. ഏതൊരു ജനാധിപത്യ രാജ്യത്തും വ്യത്യസ്തമായ മതവിഭാഗങ്ങൾ ഇടകലർന്ന് ജീവിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് അവരുടെ അഭിപ്രായങ്ങൾക്ക്, അവരുടെ സമ്പത്ത്, അവരുടെ അഭിമാനം, ഇതൊക്കെ അവരുടെ സ്വത്വബോധം, ഇതൊക്കെ സംരക്ഷിക്കാൻ അവർക്കും പറ്റണം. അതല്ലാതെ ആരാന്റേതൊക്കെ ചൂണ്ടിയെടുത്തിട്ട് അംബാനിയുടെ വീട് വഖഫിന്റേതാണ്, പാർലമെന്റ് വഖഫിന്റേതാണ്, ഇന്ത്യ മൊത്തവും വഖഫിന്റേതാണ് എന്നൊക്കെ പറയുമ്പോൾ രാജ്യത്തിന്റെ ഐക്യത്തെയും സുരക്ഷയെയും അഖണ്ഡതയെയും സർവോപരി ഇതര മതവിഭാഗത്തെയും ഇത് ബാധിക്കുന്നു. അപ്പോ ശക്തമായ നിയമപരമായ ചട്ടക്കൂടുകൾക്കകത്ത് നിന്നുകൊണ്ട് ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ എല്ലാവർക്കും അനുഭവിക്കാം. നമ്മുടെ ജനാധിപത്യത്തിന്റെ കാതലായിട്ടുള്ള വശം തന്നെ അതാണ്. ഇതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉയരുന്നത് ജനാധിപത്യ രീതിയിൽ സംവാദങ്ങളുടെ ഭാഗമായിട്ട്, വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഭാഗമായിട്ട് വേണം കരുതാൻ. വന്ദേ മാതരം പാടുന്നതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വിവിധ അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആരാണ് അനുകൂലിക്കുന്നത്? അത് രാഷ്ട്രത്തെ സ്നേഹിക്കുന്നവരാണ്. ആരാണ് പ്രതികൂലിക്കുന്നത്? മതത്തെ സ്നേഹിക്കുന്നവരാണ്. അപ്പോ സ്വാതന്ത്ര്യ സമരകാലത്ത് ഈ ഗാനം ലക്ഷക്കണക്കിന് ആളുകൾക്ക്, രാജ്യസ്നേഹികളായിട്ടുള്ള ആളുകൾക്ക് ആവേശവും ഐക്യവും, സർവോപരി ഉള്ളിൽ നിന്ന് നമുക്ക് വരുമല്ലോ ഒരു വൈകാരികത, അതും രാജ്യത്തോടുള്ള സ്നേഹവും കൂറും ഒക്കെ പ്രകടിപ്പിക്കാനുള്ള ഒരു ഭാഗമായിട്ട് കടന്നു വന്ന ഒരു ഗാനമാണിത്. ഭൂരിഭാഗം ആളുകളും അതിനെ ആ രൂപത്തിൽ തന്നെയാണ് കണ്ടിട്ടുള്ളതും. ഇത് പാടിയത് കൊണ്ട് അള്ളാഹുവിനോടുള്ള സ്നേഹം കുറയുമെന്നോ ആരാധന കുറയുമെന്നോ ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ പാകിസ്ഥാനിലേക്കുള്ള വഴി കാണിച്ചു തരേണ്ടി വരും. ചില മുസ്ലിം പണ്ഡിതന്മാരും വിശ്വാസികളും ഇതിനെ നഖശിഖാന്തം എതിർക്കുന്നത് ഇതിലെ വരികൾ, അതായത് ഈ ഗാനത്തില് ഭാരതമാതാവിനെ ഒരു ദേവിയായി, ദുർഗാദേവിയായി ചിത്രീകരിക്കുന്നു. ഇസ്ലാമിക വിശ്വാസ പ്രകാരം അള്ളാഹുവിനെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കാൻ പാടില്ല എന്നാ.
അപ്പോ രാജ്യത്തെ ദേവിയായി കണ്ട് ആരാധിക്കുന്ന വരികൾ പാടുന്നത് തങ്ങളുടെ ഏകദൈവ വിശ്വാസത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് ആരും പാടരുത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അത് പാടരുത്. അതുപോലെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ പങ്കുവയ്ക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ ഭാരവാഹികൾ അവരുടെ കർത്തവ്യങ്ങൾ ഏറ്റെടുക്കുന്ന സദസ്സുകളിൽ അത് പാടരുത് എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണെന്നും ഭരണഘടന ഓരോ പൗരനും തന്റെ വിശ്വാസത്തോടും മനസാക്ഷിയോടും അനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ടെന്നും വീണ്ടും വീണ്ടും പറയേണ്ടി വരിക. ഒരു ഗാനം പാടണോ വേണ്ടയോ എന്നത് ഒരു വ്യക്തിയുടെയും ഒരു വ്യക്തിപരമായ സ്വാതന്ത്ര്യമായി കണക്കാക്കണം. ഏതൊരു വ്യക്തിക്കുമുണ്ട് അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യവും. സ്കൂളുകളിൽ ഫാത്തിഹ ഓതിക്കൊണ്ട് ആരംഭിക്കുന്ന സ്കൂളുകളുണ്ട്. അപ്പൊ വന്ദേമാതരം പാടുന്നത് രാജ്യസ്നേഹത്തിന്റെ പ്രകടനമായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് നമ്മുടെ മതവിശ്വാസത്തിന് വിരുദ്ധമാണ് എന്ന് കരുതുന്നവരുണ്ടെങ്കിൽ അവരതിൽ നിന്ന് വിട്ടു നിൽക്കാം. നമ്മൾ ആരും അവരോട് പാടണമെന്ന് നിർബന്ധിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ അത് പാടരുത് എന്ന് നിർബന്ധിക്കരുത്. നിങ്ങളുടെ ഫാത്തിഹ എന്ന് പറയുന്ന 1-ാമത്തെ അധ്യായം പ്രാർത്ഥന അത് പാടാനും നമ്മളോട് പറയരുത്. കാരണം നമ്മുടെ രാജ്യത്തെ വൈവിധ്യം നമ്മൾ ഉൾക്കൊള്ളുന്നു. അഭിപ്രായ സ്വാതന്ത്ര്യങ്ങളും വ്യത്യസ്തമായിട്ടുള്ള വിശ്വാസങ്ങളും നമ്മൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ദേശീയ ഗീതം വന്ദേമാതരം ആയിരുന്നാലും ശരി, ഇനി ജയ് ഹിന്ദ് ആയിരുന്നാലും, ഇനി ജനഗണമന ആയിരുന്നാലും, ഇതെല്ലാം ഇവർക്ക് പ്രശ്നങ്ങളാണ്. ലോകത്തെല്ലായിടത്തും ഇവർക്ക് മാത്രം എല്ലാം പ്രശ്നങ്ങളാണ്. വെള്ളിയാഴ്ച ദിവസത്തെ തെരഞ്ഞെടുപ്പ് ഇവർക്ക് പ്രശ്നമാണ്. വെള്ളിയാഴ്ച ദിവസത്തെ പൊതുപരീക്ഷ ഇവർക്ക് പ്രശ്നമാണ്. വെള്ളിയാഴ്ച ദിവസത്തെ ക്ലാസ്സുകൾ ഇവർക്ക് പ്രശ്നമാണ്. തുടങ്ങി ഹിജാബ് ആയിരുന്നാലും, ഇനി പൊട്ടുതൊടുന്നതായിരുന്നാലും, അമ്പലത്തിലെ മണിയടിയായിരുന്നാലും ശരി, സകലമാന വിഷയങ്ങളും ഇവർക്ക് പ്രശ്നങ്ങളാണ്. ഒരു ജനാധിപത്യ സമൂഹത്തില് ഇത് ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒന്നാണ്. ഓക്കെ, താങ്ക് യു.